ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ വിജയലക്ഷ്മി മാമും അതുപോലെ ഗീതവും അവിടെ നിന്ന് സംസാരിക്കുന്നു. ത്യാഗത്തിൻ്റെയും അതുപോലെ സ്നേഹത്തിൻ്റെയും ഒക്കെ ആ ഒരു വല്ലാത്ത ബന്ധം രാധികയും അല്ലെങ്കിൽ ഗോവിന്ദേട്ടനും തമ്മിലുണ്ട്. ഞാൻ എത്രയൊക്കെ തെളിവുകൾ നിരത്തിയാലും ആ ചിത്രമൊന്നും പൊളിച്ചെഴുതാൻ കണ്ണേട്ടൻ തയ്യാറാവില്ല എന്നുള്ള കാര്യം. അപ്പം അത് നീ പറഞ്ഞത് ശരിയാണെന്നും ഇനിയാണ് കാര്യങ്ങൾ തുടങ്ങേണ്ടത്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ വിശദീകരിക്കേണ്ടത് രാധികയുടെ തനിനിറം എന്നുള്ളതല്ല, ആ മുഖം മൂടി ഗോവിന്ദന്റെ കണ്ണിൽ നേരിട്ട് കാണിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പം മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ കിഷോർ തന്നെ മാറ്റിയതാവാനാണ് സാധ്യതയെന്നും അങ്ങനെയാണെങ്കിൽ അത് വീണ്ടെടുക്കാൻ അവർണിക വരെ ശ്രമിക്കുന്നുണ്ട്. അത് വിജയിച്ചാൽ രാധികാമ്മ പുറത്താകും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് നമ്മുടെ ഗീതു അന്നേരം പറയുവാണ്. പലപ്പോഴും അവൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകൻ വരുണിനെ തള്ളി പറഞ്ഞിട്ടാണെന്നും ഇനി താൻ മറ്റൊരു കെണിയിൽ പെടും എന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണിനെ കൊലയ്ക്ക് കൊടുക്കാൻ പോലും അവൾ മടിക്കില്ല. അവൾ അങ്ങനെയുള്ള ഒരുവള. നീ അറിയുന്നതിനും അപ്പുറത്താണ് ആ രാധികയുടെ യഥാർത്ഥ മുഖം എന്നുള്ള കാര്യം പറഞ്ഞപ്പം അറിയുന്നവര് ആ യഥാർത്ഥ മുഖം ഒന്ന് കാട്ടിത്തരാൻ പറഞ്ഞു അന്നേരം ഗീതു. അങ്ങനെ യഥാർത്ഥ മുഖം എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ കാട്ടിത്തന്നാലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ നോക്കണ്ട, രഞ്ജുവിനെ ഇന്ന് ഉച്ചയോടെ ഡിസ്ചാർജ് ചെയ്യും. അവള് വന്ന് അമ്മയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ തരികയും ചെയ്യും. എന്താ അതുപോരെ? ആ നിമിഷം എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നേ പറ്റുമെന്ന് ഗീതു. ദേ, ശുദ്ധസംഗീതത്തെ തൊട്ട് അമ്മ എനിക്ക് സത്യം ചെയ്ത് തന്നതാ. അപ്പോൾ ആ ഒരു സത്യം അത് ഞാൻ പാലിച്ചിരിക്കുമെന്ന് നമ്മുടെ വിജയലക്ഷ്മി അമ്മ വീണ്ടും പറഞ്ഞു. അപ്പോൾ അവളുടെ മനസ്സിൽ നിന്നും അമ്മയോടുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം പറന്നലിഞ്ഞു പോയിരിക്കും. അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ ഇതേ പുറത്ത് ഒരാൾ വന്നിരിക്കുന്നു. നമ്മുടെ ഗീതു ഇങ്ങനെ നോക്കുക. അപ്പോൾ വിജയലക്ഷ്മിയും നോക്കുന്നു. അപ്പോൾ അവരുടെ വണ്ടിയാണ് വന്നിരിക്കുന്നത്. വണ്ടിയിൽ നിന്നും ദേ നമ്മുടെ അജാസിക്ക ഇറങ്ങി വരുന്നു. അജാസിക്ക ഇറങ്ങി വന്ന് വളരെ ഹാപ്പി മാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയം ആ വണ്ടിയിൽ നിന്ന് തന്നെ വേറൊരാളും ഇറങ്ങി വരുന്നു. അത് വേറെ ആരുമല്ല, ധ്യാനിനെ കണ്ടപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഞെട്ടി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയാണല്ലോ ആ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ധ്യാനാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വലിയ സർപ്രൈസ്. അമ്മയും മകളെയും ഒന്നിപ്പിക്കാൻ ഞാൻ കൊണ്ടുവന്ന മജീഷ്യൻ ഇതാണെന്ന് പറഞ്ഞു ധ്യാൻ എന്നും പറഞ്ഞ നമ്മുടെ ഗീതു ഇതൊക്കെ അമ്മയോട് പറയാം. അങ്ങനെ ധ്യാനെ കണ്ടപ്പോഴേക്കും വിജയലക്ഷ്മി അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ധ്യാനെ കണ്ടു കഴിഞ്ഞപ്പം ആ അമ്മയ്ക്ക് വല്ലാത്തൊരു വിഷമം. ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്ന് വിജയലക്ഷ്മി അമ്മ പറയാണ് ധ്യാനിനോട്. അപ്പോൾ എനിക്ക് വരേണ്ടി വന്നു ആൻറ്റി എന്ന് ധ്യാൻ അന്നേരം പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു. ഈ സമയം നമ്മുടെ ഗീതു അറക്കൽ ഗോവിന്ദ് മാധവന്റെ ഭാര്യ ഗീതാഞ്ജലി ഞാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ പരിചയപ്പെടുന്നു. അങ്ങനെ ഗീതു തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ഞാൻ ഇന്ന ആളാണ് എന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ അജാസിക്ക വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ധ്യാനെ അകത്തേക്ക് ക്ഷണിക്കമ്മേ എന്ന് നമ്മുടെ ഗീതാഞ്ജലി പറയുമ്പോൾ മേഡം ഇങ്ങനെ ഗീതുവിനെ ഇങ്ങനെ നോക്കുക. ധ്യാൻ, നീ എന്തിനാ വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം രഞ്ജുവിന് വേണ്ടിയാണ് വന്നത്, അവളെ കാണാൻ വേണ്ടിയാണ്, അവളോടൊപ്പം ജീവിക്കാൻ എന്ന് പറഞ്ഞപ്പം ധ്യാൻ, അവൾക്കൊരു കുടുംബജീവിതം സാധ്യമാകില്ല എന്ന് നിന്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഡോക്ടർ പറഞ്ഞത് എന്ന് അമ്മ ചോദിക്കാം. അവളെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ നിന്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് നിന്റെ കാല് പിടിച്ചു പറഞ്ഞിട്ടല്ലേ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതെന്ന് ചോദിച്ചു. എന്നിട്ടിപ്പം നീ എന്തു പ്രതീക്ഷയിലാ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് ധ്യാനിനോട് വിജയലക്ഷ്മി അമ്മ ചോദിക്കുക. മെഡിക്കൽ സയൻസ് പറഞ്ഞത് കുടുംബജീവിതം പറ്റില്ല എന്നുള്ളതാണ്, പക്ഷേ ഇവർക്കൊരു പ്രണയ ജീവിതം സാധ്യമാകില്ലേ അമ്മേ എന്ന് ഗീതു ചോദിക്കുക കേട്ടോ. അത് കേട്ടപ്പോഴേക്കും അമ്മയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല. അമ്മ ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. ആ പ്രണയ ജീവിതം രഞ്ജുവിന്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഗീതു പറഞ്ഞപ്പോൾ, അയ്യോ ഗീതു, നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. ഇവനെ കാണുമ്പോഴേ അവള് പറയാൻ പോകുന്നതേ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം എന്നുള്ളതായിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ അമ്മ പറഞ്ഞപ്പോൾ അവളുടെ മുന്നിൽ ചെന്ന് നിന്ന് സത്യം തുറന്ന് പറയാൻ കഴിയാതെ കരഞ്ഞു പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ നാട് വിട്ടു പോയത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തിയ എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഗീതുവിന്റെ ഒരു ഫോൺ കോൾ ആണെന്നുള്ള കാര്യം അന്നേരം ധ്യാൻ ഇങ്ങനെ പറയുന്നു. ഗീതു അന്നേരത്തേനും വല്ലാതെയായിട്ടോ. ഗീതു ഇങ്ങനെ എന്നിട്ടൊരു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും കാര്യങ്ങളെല്ലാം നമ്മുടെ ഗീതു അല്ലെങ്കിൽ അമ്മയുടെ മുന്നിൽ വെച്ച് ഇവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ഗീതുവിന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരാഴ്ച ധ്യാൻ ഇവിടെ ഉണ്ടാകും, അടുത്ത തവണ ലീവിന് വരുമ്പോൾ വിവാഹം നടത്താം എന്നുള്ള ഉറപ്പില്, അത് കഴിഞ്ഞാൽ ധ്യാൻ മടങ്ങിപ്പോയിക്കോളും എന്നൊക്കെ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങൾ ഫോൺ കോളിലൂടെയും ചാറ്റിങ്ങിലൂടെയും ഇവരുടെ പ്രണയം തുടർന്നോളും. അപ്പം എത്ര നാൾ
എത്ര നാളാ അവളെ ഇങ്ങനെ കളിപ്പിക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണ് നമ്മുടെ അമ്മ. അത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു, രഞ്ജുവിന് എത്ര നാൾ ഇനി ആയുസ് ഉണ്ടാകും അമ്മേ? അതുവരെ മാത്രം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മയ്ക്ക് സഹിക്കുന്നില്ല. അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അമ്മ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം ധ്യാൻ അകത്തേക്ക് വരാൻ പറഞ്ഞ് ധ്യാനിനെ അകത്തേക്ക് വിളിക്കുകയാണ് ഗീതു. അങ്ങനെ ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി ചെന്നു. ഇനി എത്ര നാൾ ഉണ്ടാകുമോ അത്രയും നാൾ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും അവൾ കഴിഞ്ഞോട്ടെ അമ്മേ എന്ന് നമ്മുടെ ഗീതു പറഞ്ഞപ്പോൾ, അത് ശരി, ഗോവിന്ദന്റെ പണം കാട്ടിയാണോ നീ ഇവനെ ഇങ്ങോട്ട് ആകർഷിച്ചത് എന്ന് വിജയലക്ഷ്മി അമ്മ ഗീതുവിനോട് ചോദിക്കുക. അത് കേട്ടപ്പോൾ ധ്യാനും ഞെട്ടിപ്പോയിട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം. കണ്ണേട്ടന്റെ പണം അദ്ദേഹം അറിയാതെ ഞാൻ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഗീതു അന്നേരം വിജയലക്ഷ്മി അമ്മയോട് പറയുക. അപ്പൊ ആന്റിക്ക് എന്നെ അറിയാവല്ലോ, രഞ്ജുവിനേക്കാൾ വലുതാണോ എനിക്ക് പണം എന്ന് ധ്യാൻ ചോദിക്കുന്നു. അതൊക്കെ കേട്ട് അമ്മയ്ക്ക് മറുപടിയില്ല. അപ്പൊ തിരിച്ചു പറയാൻ, ഒരു രോഗത്തിന്റെ പേരിൽ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ എന്നുള്ളൊരു കുറ്റബോധം അന്നു മുതൽ ഒരു രോഗമായി എന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ധ്യാൻ ഇങ്ങനെ പറയാം. അങ്ങനെ ധ്യാൻ തന്റെ മനസ്സിലെ വേദനകൾ മുഴുവൻ വിജയലക്ഷ്മി അമ്മയുടെ മുന്നിൽ തുറന്നു പറയുന്നു. ആ സമയത്ത് അജാസു അങ്ങോട്ടേക്ക് കയറി വരുന്നു. അപ്പോൾ ഞാൻ അവളോട് ചെയ്ത ക്രൂരതയ്ക്ക് ഞാനായിട്ട് തന്നെ പരിഹാരം ചെയ്യണം. ആ പരിഹാരം ചെയ്യാൻ തീരുമാനമെടുത്തത് ഗീതുവിന്റെ ഒരൊറ്റ ചോദ്യം കൊണ്ടാണെന്ന് നമ്മുടെ ധ്യാൻ അന്നേരം പറയുക. അപ്പോൾ ഗീതു ചോദിച്ച ആ ഒരു ചോദ്യം നമ്മുടെ ധ്യാൻ മനസ്സിലിട്ട് ആലോചിച്ച് അതും വിജയലക്ഷ്മിയോട് പറയുന്നു. വിവാഹ ശേഷമാണ് ശിവരഞ്ജനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അവളെ ഉപേക്ഷിക്കുമായിരുന്നോ എന്ന്. അത് കേട്ടപ്പോൾ നമ്മുടെ ധ്യാൻ ആകെ തകർന്നു പോയി. ആ ഒരു ചോദ്യം അതാണ് ധ്യാനിനെ കൊണ്ട് മാറ്റി ചിന്തിച്ചതെന്നുള്ള കാര്യം നമ്മുടെ ധ്യാൻ തന്നെ പറയണു. അങ്ങനെ തൻ്റെ ഭർത്താവിന് വേണ്ടി അവൾ എന്ത് ത്യാഗവും സഹിക്കും. വിവാഹത്തിന് ശേഷം ധ്യാനിനാണ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ധ്യാനിനാണ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരിക്കലും തന്നെ ഉപേക്ഷിച്ച് പോകുമായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗീതു ഇങ്ങനെ പറയാം. അപ്പൊ ഗീതു ആ പറഞ്ഞതെല്ലാം ധ്യാൻ ഇങ്ങനെ ഇവിടെ ഏറ്റു പറഞ്ഞു. പിന്നെ ധ്യാനിന് മറുചോദ്യത്തിനോ അല്ലെങ്കിൽ ധ്യാനിന് അത് ചെയ്യാതിരിക്കാനോ കഴിയാത്തൊരവസ്ഥ. അത്രത്തോളം സത്യസന്ധമായും ആത്മാർത്ഥമായും സ്നേഹിച്ച പെണ്ണിനെ കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം നമ്മുടെ ധ്യാനിന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഗീതു ചെയ്തത്. ഈ സമയത്ത് ഗീതുവിനെ വിളിച്ച് ധ്യാനിന്റെ അടുത്ത് കൊണ്ടിരുത്തി, അവിടെ ഇരിക്കും മോളെ എന്നും പറഞ്ഞു. അങ്ങനെ ഇവർ 3 പേരും കൂടെ സംസാരിക്കാം. അപ്പോൾ രഞ്ജുവിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, വിജയലക്ഷ്മി മേഡവും മോളും തമ്മിലുള്ള പിണക്കം അവസാനിക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് ഗീതു ഒരുപാട് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യം അജാസിക്ക എന്നൊരു കയറി വന്ന് പറയാം. പക്ഷെ അവിടെ ഇവരെല്ലാവരും സത്യങ്ങൾ അറിഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രാധിക അറിഞ്ഞു എന്നുള്ള കാര്യം ഇവർക്കറിയില്ല. ഇതൊന്നും അറിയാതെയാണ് ഇവരിവിടെ ഇരുന്ന് പലതും പ്ലാൻ ചെയ്യുന്നതും സന്തോഷിക്കുന്നതും. അപ്പോൾ ധ്യാൻ കാനഡയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത് എന്ന് അജാസ് അന്നേരത്തേനും പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഇനി അങ്ങോട്ട് അമ്മയും മോളും സന്തോഷത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകും എന്നിങ്ങനെ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് പോവാൻ ഞാൻ ധ്യാനിനോട് ആവശ്യപ്പെട്ടതെന്നുള്ള കാര്യം വിജയലക്ഷ്മി മാം ഇങ്ങനെ പറയാം. എന്നിട്ട് ധ്യാനിന് നല്ലൊരു ജീവിതം കിട്ടിയോ അമ്മ? രഞ്ജുവിൻ്റെ ആയുസ് നീട്ടി കിട്ടുമോ? ഇത് രണ്ടും സംഭവിച്ചില്ലല്ലോ. രഞ്ജുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ലെന്ന ധ്യാൻ എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് ഗീതു. അപ്പോൾ അത് പറഞ്ഞത് സത്യമാണെന്നും അവള് മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ട് ഇനി എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണു ധ്യാൻ. അപ്പം അതൊക്കെ കേട്ട് വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ ആകെ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക. എന്തായാലും ധ്യാൻ വന്നെത്തിയതോടുകൂടി രഞ്ജുവിൻ്റെ ജീവിതം തന്നെ മാറി മറിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അവർ 3 പേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗീതുവിൻ്റെ ഫോണിലേക്ക് കോള് വന്നു. അപ്പോൾ കണ്ണേട്ടനെ വിളിക്കുന്നത് രഞ്ജുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് വിളിക്കുന്നതാണെന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു. എന്നിട്ട് ഇവർ എടുക്കാം എന്ന് വിചാരിച്ച് ഫോൺ എടുത്തു. അങ്ങനെ ഇവരത് സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭദ്രന്റെ വീട്ടിലേക്ക് ഒരു ആള് വരുന്നു. അതും പൊരിച്ച ചിക്കനൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടില്ലേ, ഹോട്ടലിൽ നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ കൊണ്ടുവന്ന ബോയിയോട് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല മാം, അതൊക്കെ ഹോട്ടലിൽ വിളിച്ച് ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഫുഡ് കൊണ്ട് കൊടുത്ത ബോയ് പറയാം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിനോദും അതുപോലെ പ്രിയയും കൂടെ ഇറങ്ങി വന്നു. ചിക്കൻ മൊരിഞ്ഞിട്ടില്ല, നിനക്ക് ഞാൻ 5 സ്റ്റാർ തരില്ല, ഇല്ലെങ്കിൽ ടിപ്പ് മാത്രമേ തരൂ, എന്നാൽ കാശ് 1000 രൂപയുണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ കൊടുക്കുമ്പം ഭാഗ്യതരം കാശില്ല എന്ന് പറഞ്ഞു. അയ്യോ ഭാഗ്യ എന്ന് പറഞ്ഞ വെറും 400 രൂപയല്ലോ, നീയെ പിടിച്ചോ, നാളെ ഇതുപോലെ ഓർഡർ ചെയ്യണം, മോൻ തന്നെ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ശരി മേഡം എന്നും പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും വിലാസിനി ഇങ്ങനെ ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് എവിടെ നിന്ന് ഇത്രയും കാശെന്നൊക്കെ ചോദിച്ചേ പ്രിയ, അത് നീ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അകത്തേക്ക് കയറിപ്പോയി.
എനിക്ക് കാശ് തന്ന ആള് പറഞ്ഞതേ ഞാൻ നന്നായിട്ട് ഭക്ഷണവും കഴിച്ച് റെസ്റ്റ് എടുക്കണമെന്നാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറയുവാണ്. പക്ഷേ നീ വെക്കുന്ന ആഹാരമൊന്നും വായി വെക്കാൻ കൊള്ളില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് ഫുഡൊക്കെ വരുത്തിയതെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വെക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ അമ്മയെ കൊണ്ട് തന്നെ ആഹാരം വെപ്പിക്കുന്നത്. ഇനി തൊട്ട് അമ്മ തന്നെ അടുക്കള ജോലി ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അയ്യടാ ആ പൂതി മോളുടെ മനസ്സിലങ്ങിരിക്കട്ടെ, എനിക്ക് കാശ് തന്ന ആൾക്കേ ഞാൻ ജോലി ചെയ്യുന്നത് ഇഷ്ടമേ അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ നോക്കും ഇവർ രണ്ടുപേരും. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം കാശ് കൊണ്ടുള്ള ആറാട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ എന്ന് വിനോദ് ചോദിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അകത്തേക്ക് കയറിപ്പോയി. അമ്മ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയെന്ന് പ്രിയ ചോദിച്ചു. എന്തെങ്കിലും കാര്യങ്ങളില്ലാതെ അമ്മ ഇങ്ങനെയൊന്നും കാണിക്കില്ലല്ലോ, അമ്മ ആരോ പൊട്ടം കളിപ്പിക്കുന്നുണ്ട്, അത് ഉറപ്പാന്ന് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ചെയ്യ, നീ എന്നെ ഒതുക്കിയൊരു പരുവത്തിലാക്കി, ഇപ്പോൾ അമ്മയും അച്ഛനും കൂടി അവരുടെ ജീവിതം ജീവിക്കുക, പറ്റുമെങ്കിലേ എന്നെ ഒതുക്കിയതുപോലെ നീ അവരെയും കൂടി ഒന്ന് ഒതുക്കാൻ പറഞ്ഞു. അപ്പോൾ വിനോദിനെ ഞാൻ ഒതുക്കിയതേ ഗീത ചേച്ചിയുടെ സഹായം കൊണ്ടാണെന്നും ആ സഹായം ഉപയോഗിച്ച് തന്നെ ഞാൻ നമ്മുടെ അച്ഛനെയും അമ്മയെയും ഒതുക്കും എന്ന് പ്രിയ നേരം പറഞ്ഞു. പ്രിയ അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ അമ്മയാണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വന്നപ്പോഴേക്കും ഗീത ചേച്ചി എത്ര വിളിച്ചാലും ഒതുങ്ങാത്ത ഒരാൾ നിന്റെ അമ്മ എടുത്തു എന്ന് വിനോദ് പറഞ്ഞു. അങ്ങനെ അമ്മയും മോളും കൂടെ സംസാരിക്കാം. ഇത്രയും അടുത്ത് താമസിച്ചിട്ട് നീ ആഴ്ചയും ദിവസവും നോക്കിയിട്ടൊക്കെയാണോ ഇങ്ങോട്ടേക്ക് വരുന്നത്? വിവാഹം കഴിച്ച് അയച്ചെങ്കിലും നിനക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളൊക്കെ ഉണ്ട്, അതേക്കുറിച്ച് നീ എന്താ അന്വേഷിക്കാത്തതെന്നൊക്കെ മകളെ വിളിച്ച് പറയുവാണ് രാധിക. അപ്പം ഞാനിനി എന്തവകാശം ചോദിക്കാനാ? ചോദിക്കാതെ തന്നെ ഗോവിന്ദേട്ടൻ എനിക്ക് എല്ലാം തരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്താ നിനക്ക് തന്നിട്ടുള്ളത്? നിന്നെ ഡെലിവറിക്കായി ആഘോഷപൂർവ്വം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു, അതേക്കുറിച്ച് ഒരു വാക്കെങ്കിലും കണ്ണൻ നിന്നോട് പറഞ്ഞോ എന്ന് ചോദിച്ചു. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടോ അമ്മേ? എനിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാമല്ലോ എന്ന് പ്രിയ. ഇത് അങ്ങനെയൊന്നും അല്ല, ഇതൊരു ചടങ്ങാ, ആ ചടങ്ങ് നടത്തിയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് രാധിക മകൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക. നിന്റെ സ്ഥാനത്ത് ഇപ്പൊ അവൻ സ്നേഹിക്കുന്നത് അവളെയാ എന്നും പറഞ്ഞുകൊണ്ട് ദേ ശിവരഞ്ജനിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രിയക്ക് സഹിച്ചില്ല. പ്രിയ ആകെ വല്ലാതെ ആയിട്ടോ. അതറിയണമെന്നുണ്ടെങ്കിലേ നീ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. ഗീതുവും ഇപ്പൊ അവൾക്ക് സപ്പോർട്ടാ, കണ്ണനിപ്പോ രഞ്ജുവാ എല്ല എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പ്രിയ വിളിക്കുക. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്നും പറഞ്ഞ് എൻ്റെ ഏട്ടൻ അങ്ങനെ ഒരിക്കലും ആവില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ, അത് ഞാനാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ നേരത്തെയാ, ഇപ്പൊ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞുകൊണ്ട് ശിവരഞ്ജനിയെ കുറിച്ച് പറയുന്നു. അവളിപ്പോ സ്വന്തം അനുജത്തിയെ പോലെയാണ്, അങ്ങനെയാണ് അവർ കാണുന്നത്, നീ ഔട്ടായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പേടിപ്പിക്കുന്നു. ഞാൻ ഏട്ടനെ വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ നീ ഫോണിൽ വിളിക്കണ്ട, അവൻ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറും, നീ നേരിട്ട് ഇങ്ങോട്ട് വാ, അതിനൊരു തീരുമാനം ഉണ്ടാക്കാം, വിനോദിനെയും കൂട്ടി നീ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ രാധിക എല്ലാം കൊണ്ടും അവകാശങ്ങളെല്ലാം പിടിച്ചു മേടിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.